മുകേഷിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടിയിലേക്ക് CPI കടക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനിടെ CPIയിൽ നിന്ന് ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യത്തിൽ പാർട്ടിയിൽ ആലോചിച്ച് പ്രതികരിക്കാം എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. എന്നാൽ മുകേഷ് ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആനി രാജ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. മുകേഷിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതാനാകില്ലെന്നും മുകേഷ് രാജിവെക്കണമെന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. ഒരു ധിക്കാരപരമായ സമീപനവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പെരുമാറാമോ? ആ സമീപനമാണോ എടുക്കേണ്ടുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. കൊല്ലം MLA സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് CPIMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. അതിലെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ ഗവൺമെന്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് മുകേഷ് പോകാൻ പാടില്ല. അത് യുക്തമായ നിലയിൽ മുകേഷ് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് വേണ്ടുന്നത്. PA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും സ്ത്രീപക്ഷമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ മുതിർന്ന നേതാക്കൾ ഇങ്ങനെയൊരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബിനോയ് വിശ്വത്തിന്റെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറിച്ചൊരു നിലപാട് CPIയുടെ ഔദ്യോഗിക നേതൃത്വം കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ടോ? നേതൃയോഗത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകില്ല. എപ്പോഴാണ് യോഗം? അനുജ, മുകേഷിന്റെ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ഒരു പൊതു നിലപാടാണ്, MLA സ്ഥാനം രാജിവെക്കണമെന്ന ഒരു നിലപാടിലേക്ക് CPI എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കണമെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് CPIയുടെ നേതൃയോഗം, അവൈലബിൾ നേതൃയോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം ചേരുക. ഇതിനുശേഷമായും പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിക്കും. ഏതായാലും മുകേഷിന്റെ കാര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ഒരു പൊതുവികാരം CPIയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് നേതാക്കൾ ഈ ഒറ്റയ്ക്ക് പരസ്യ പ്രസ്താവന നടത്തുന്നതിനോട് പാർട്ടി നേതൃത്വത്തിന് യോജിപ്പുമില്ല. കാര്യം ഇക്കാര്യം അന്തിമമായി ചർച്ച ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും പാർട്ടി നേതൃയോഗമാണ്. ആ നേതൃയോഗം ചേരുന്നതിന് മുമ്പായി ഇത്തരം പ്രസ്താവനകൾ നടത്തരുതായിരുന്നു എന്നുള്ളതാണ് CPI സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് CPI ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോ അതുമായി ഉയർന്നു വന്ന മറ്റു വിഷയങ്ങളിലോ പാർട്ടിയിൽ ഒരു നിലപാടെടുക്കുന്നതുവരെ പരസ്യമായ അഭിപ്രായം പറയരുത് എന്നുള്ളത്. പക്ഷേ അപ്പോഴും മുകേഷിനെ ഇക്കാര്യത്തിൽ അവർ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മുകേഷ് രാജിവെക്കണം എന്ന നിലപാടിലേക്ക് CPI നീങ്ങിയിരിക്കുന്നു. ഇന്നത്തെ നേതൃയോഗവും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. കാരണം നേരത്തെ അനുജ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷം എന്നുള്ളതിന്റെ പ്രാധാന്യം തന്നെ അല്ലെങ്കിൽ പ്രസക്തി തന്നെ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റ് UDFന്റെ MLAമാരുമായിട്ടോ അവരുടെ കേസുമായിട്ടോ താരതമ്യപ്പെടുത്തേണ്ട എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുകേഷ് രാജിവെച്ച് ഉചിതമായ ഒരു മാർഗം സ്വീകരിക്കണം എന്ന് തന്നെയാണ് CPIയുടെ പൊതുവായ ഒരു വികാരം. ഏതായാലും ഇന്നത്തെ നേതൃയോഗത്തിൽ ഇക്കാര്യം അന്തിമമായി പ്രഖ്യാപിക്കുമെന്ന്. ശരി, CPIയുടെ നേതൃയോഗം ചേരും. ആ നേതൃയോഗത്തിലാകും ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുക. ഔദ്യോഗിക തീരുമാനം എന്താണ് മുകേഷിന്റെ വിഷയത്തിൽ എന്നുള്ളത് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപുണ്ടായ പ്രതികരണം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നായാൽ പോലും അത് ഒഴിവാക്കണമായിരുന്നു എന്നൊരു വികാരം കൂടി പാർട്ടിയിലുണ്ട് എന്ന വിവരമാണ് VA ഗിരീഷ് നൽകിയത്.